മാഡം ഈ പറഞ്ഞത് പോയിന്റ് ആണ്. അത് അംഗീകരിച്ചോണ്ടാ പറയുന്നത്. നേരത്തെ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ശരിയാണെന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞതൊരു പോയിന്റാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും തമ്മിൽ പരസ്പര സമ്മതപ്രകാരം പെൺകുട്ടി പ്രഗ്നന്റ് ആയി. അതിനുശേഷം പരസ്പര സമ്മതപ്രകാരം അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ പിൽസ് എത്തിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യണം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇല്ലാത്ത ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉന്നയിക്കരുത്. ഇതൊരു പീഡനമല്ല. പല മാധ്യമങ്ങളും, നിങ്ങളുടെ മാധ്യമം കൊടുത്തു എന്നല്ല പറയുന്നത്, പല മാധ്യമങ്ങളും പീഡനം എന്നാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് പരസ്പര സമ്മതത്തോടെ സെക്സിൽ ഏർപ്പെടുന്നത് പീഡനമാകുന്നത്? പരസ്പര സമ്മതപ്രകാരമല്ലേ. ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കൂ. ഇതിൽ പെൺകുട്ടി പറഞ്ഞിരുന്നത് എനിക്ക് കുട്ടി വേണ്ടാന്നാണ്. കുട്ടി വേണ്ടാന്ന് നമുക്ക് ബന്ധപ്പെടാന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറഞ്ഞത് അങ്ങനെയല്ല, നമുക്കൊരു കുഞ്ഞ് വേണമെന്ന്. അതുകൊണ്ട് ഇത് പീഡനമല്ല. രണ്ട്, താങ്കൾ പറഞ്ഞ പോയിന്റ് ഡിബേറ്റബിൾ ആണ്. അതായിരിക്കും കോടതി ഉപയോഗിക്കുക. താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ അധികാരം ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കുമെന്ന്. അതായത് കുഞ്ഞിനെ ഉണ്ടാക്കുന്നു, ഒരു പക്ഷേ കുഞ്ഞുണ്ടാകുന്നത് വരെ ഇതിൽ പ്രശ്നമില്ലായിരിക്കും. പക്ഷേ അത് ഗർഭചിത്രം നടത്തുന്നു, തന്റെ രാഷ്ട്രീയ ഭാവി അപകടത്തിലാണെന്ന് തിരിച്ചറിയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് അതിന്റെ പ്രശ്നം കൊടുക്കുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ പെൺകുട്ടി തളർന്ന് സംസാരിക്കുന്നത് കേൾക്കിട്ട് താങ്കൾക്ക് മനസ്സിലാവുന്നില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് എന്താണ് ചെയ്തതെന്ന് താങ്കൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലേ? എന്റെ സഹോദരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കുഞ്ഞിനെ വേണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? കുഞ്ഞിനെ വേണ്ടെന്ന് പറയല്ലേ ഈ പെൺകുട്ടി? ഈ പെൺകുട്ടിയോടൊരു ദീർഘകാല ബന്ധത്തിന് വേണ്ടിയല്ലേ ഒരാണ് കുഞ്ഞിനെ വേണമെന്ന് ഗർഭിണിയാവുന്നതിന് മുമ്പും കുഞ്ഞിനെ വേണ്ടെന്ന് ഗർഭിണിയായതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറഞ്ഞത്. അതിനുശേഷം ഇതൊരു ബ്രേക്കപ്പ് ആയി മാഡം. ഇതിനിടയ്ക്ക് ഒരു 1000 കോൺവെർസേഷൻ നടന്നു കാണില്ലേ? നമ്മൾ ഈ 2 കോൺവെർസേഷന്റെ 20 സെക്കൻഡ് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. താങ്കൾ എങ്ങനെയാണ് ഇവരുടെ ബ്രേക്കപ്പും ഇവർ കല്യാണം കഴിച്ച ഡേറ്റും ഇവര് എപ്പോഴാണ് ഗർഭിണിയായതെന്നും എപ്പോഴാണ് അബോർഷൻ ആയതെന്നും ഇതെങ്ങനെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് താങ്കൾക്ക് ഇത് അറിയാം? ശരി, 2 കാര്യങ്ങൾ. ഒന്ന്, ഇതെനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പുറത്തു പറയാത്തത്? എന്റെ മാന്യതയാണ്. ഇനി 2, മാഡം ഇത് കഴിഞ്ഞ് മീഡിയ വണ്ണിലെ ഒരാളെ വിട്ടാൽ ഈ പെൺകുട്ടിയുടെ കല്യാണ ഫോട്ടോ അടക്കമുള്ള അയച്ചു തരാം. 2024 ഓഗസ്റ്റ് 22 ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഞാൻ മീഡിയ പറയാനാണോ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പെൺകുട്ടി സംസാരിച്ച കാര്യങ്ങളിൽ ഒരൊറ്റ വരി അല്ലല്ലോ, ഒരൊറ്റ വരി. ഇത് റിവീൽ ചെയ്യുമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. റിവീൽ ചെയ്യില്ല എന്നല്ലേ? ഇത് റിവീൽ ചെയ്യില്ല. കാര്യം എനിക്ക് വേണമെങ്കിൽ മുമ്പേ ചെയ്തുകൂടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താങ്കൾ എന്നോട് ചോദിച്ചു ഏത് ഡേറ്റിലാണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോട്ടോസും അതിന്റെ ഡേറ്റും ടൈം ലൈനും അടക്കം മാഡത്തിന് അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ റിവീൽ ചെയ്യുമെന്നല്ല, ഞാനൊരു ഞാൻ ചോദിക്കട്ടെ. അതായത് ഒരു 100 പേരിൽ 80 പേര് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ 20 പേര് നിന്നിട്ട് മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽപ്പെടുന്ന ഒരാളായിട്ടായിരിക്കും താങ്കളെ വിലയിരുത്താൻ പോകുന്നത്. ഒരു കാര്യം കോൺഗ്രസ് പോലും, ഞാൻ പറഞ്ഞു തീർന്നില്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞില്ല. കോൺഗ്രസിലെ നേതാക്കൾ പോലും കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് സപ്പോർട്ട് ചെയ്ത കെ സുധാകരനാണ് പറഞ്ഞത് രാഹുൽ ശരിയാകാനുണ്ട്, രാഹുലിന്റെ പോക്ക് ശരിയല്ല എന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെ മാറ്റി നിർത്തുന്ന സമയം, വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കില്ല എന്ന് പറയുന്ന കാലത്ത് താങ്കൾ മാത്രം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെല്ലാം ശരിയെന്ന് പറയുന്നത്? നിയമപരമായി പോലും തെറ്റുകാരനും കുറ്റക്കാരനുമായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. എങ്ങനെയാണ് താങ്കൾ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിയാണ് എന്ന് പറയാനുള്ള റൈറ്റ് വരുന്നത്? ഒറ്റ വരിയിൽ തെളിവ് വെച്ചതിന് മറുപടി പറയാം. ഇന്ത്യ മുഴുവൻ, അതായത് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് ശബരിമലയിൽ യുവതികൾ കയറണമെന്നും ഇന്ത്യയിലെ പ്രമുഖ പാർട്ടികളായ കോൺഗ്രസും BJPയും CPM അത് വേണമെന്നും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ 10,000 പോലീസുകാർ കാവലിൽ നിന്നിട്ടും അപ്പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് പറഞ്ഞ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ശബരിമല യുവതികൾ കയറില്ല. അവസാനം ഞാനും എന്റെ കൂടെയുള്ള വിശ്വാസികളും ജയിച്ചത് ഞങ്ങൾ പറഞ്ഞത് സത്യമായതുകൊണ്ടാണ്. മറുഭാഗത്ത് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചായിരുന്നു. തീർന്നില്ല. ശശി തരൂർ സ്വന്തം ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് എന്റെ തന്നെ അടുത്ത സുഹൃത്തായ ശ്രീ അർണബ് ഗോസ്വാമിയും നോർത്ത് ഇന്ത്യയിലെ വലതുപക്ഷ മാധ്യമങ്ങളും ഓരോ വിഷയത്തിലും എതിരഭിപ്രായം ഭൂരിപക്ഷത്തിനൊപ്പമല്ല. ആരാണോ അവിടെ ചെറിയ അഭിപ്രായം, അതായത് ചെറിയ വിഭാഗമുള്ളത്, ആ വിഭാഗത്തിൽ എപ്പോഴും കണ്ടിട്ടുള്ള ആളാണ്. ഈ വിഷയത്തിലും ദിലീപിന്റെ കേസിൽ ഉൾപ്പെടെ താങ്കൾ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് നമുക്കറിയാം. അപ്പം അതിൽ കൂടുതലൊന്നും ഈശ്വർ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇതുവരെയായിട്ട് ഇത്രയധികം ഈ കേരളത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം താങ്കൾക്ക് മാത്രം എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യമേ ഉള്ളൂ.
താങ്കളുടെ ചോദ്യത്തിന്റെ പകുതി സമയം എനിക്ക് ഉത്തരം പറയാൻ വേണ്ടേ? നിങ്ങളുടെ ചോദ്യത്തിന്റെ ദൈർഘ്യം 30 സെക്കൻഡ് ആണ്, എനിക്ക് 15 സെക്കൻഡ് തരണ്ടേ? ആ 15 സെക്കൻഡാണ് പറയുന്നത്. ശബരിമല വിഷയമാണെങ്കിലും ശശി തരൂരിന്റെ വിഷയമാണെങ്കിലും ഡിസംബർ 8 വരാൻ പോകുന്ന ദിലീപിന്റെ വിഷയമാണെങ്കിലും രാഹുൽ ഈശ്വർ ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞ നിലപാടുകൾ ജയിക്കുന്നത് ഞാൻ പറയുന്നത് സത്യമായോണ്ടാണ്. 2, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ദിലീപിന്റെ കേസിലെടുത്ത നിലപാടിലാണ് ഈ ഡിസംബർ 8 വിധി വരാൻ പോകുന്നത്. അന്ന് എന്നെ വിളിക്കണം, ഞാൻ കാത്തിരിക്കുകയാണ്. അന്ന് എന്നെ വിളിക്കണം. അന്ന് നിങ്ങളുടെ ചാനലിൽ ഉണ്ടായിരുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് ദിലീപ് അനുകൂലി എന്ന് പറഞ്ഞത്. ഞാൻ ആ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡിസംബർ 8 വരും. അതുകൊണ്ട് എന്നെ ബാക്കി ഏത് ചാനൽ വിളിച്ചില്ലെങ്കിലും മീഡിയ വിളിക്കണം. ഞാൻ ഉറപ്പായിട്ട് ആ സമയത്ത് താങ്കൾക്ക് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ വലത് നിരീക്ഷകരല്ല ദിലീപ് അനുകൂലി എന്ന് തന്നെയായിരുന്നു താങ്കളെ വിളിക്കേണ്ടത്. അതിന് ആ വിഷയവുമായി താങ്കൾ വന്നാൽ മാത്രമേ തന്നെ വിളിക്കുകയുള്ളൂ. രാഹുൽ ഈശ്വർ ദിലീപ് അത് കഴിഞ്ഞ അടുത്ത ഘട്ടത്തിൽ താങ്കൾ രാഹുൽ അനുകൂലിയാകുന്നു. രാഹുൽ എല്ലാരെയും ഞാൻ ദിലീപ് അനുകൂലികൾ ഡിസംബർ 8 മാഡം എന്നെ വിളിക്കണം. ഡിസംബർ 8 മറക്കരുത്. നമുക്ക് ഈ വിഷയം ഒരുപാടൊന്നുമില്ലല്ലോ, 2 ആഴ്ച താങ്കളെ വിളിക്കാതെ കേരളത്തിൽ ആരാണ് ദിലീപിനൊപ്പം ഉള്ളത്? താങ്കളല്ലാതെ മറ്റാരാണ് ദിലീപിന് വേണ്ടി സംസാരിക്കുക? താങ്കൾ വിളിക്കും, സ്വാഭാവികമായിട്ടും വിളിച്ചിരിക്കും, എല്ലാ ചാനലുകളും വിളിക്കും. പക്ഷേ ഇവിടെ രാഹുലിന് വേണ്ടി താങ്കളെ ഏതറ്റം വരെ വാദിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയധികം തെളിവുകൾ, ഇത്രയധികം കാര്യങ്ങൾ ഇന്നലെ പരാതിക്കൊപ്പം പെൺകുട്ടി കൊടുക്കുന്നു, ഇത്രയധികം വകുപ്പുകളിൽ രാഹുലിനെതിരെ കേസെടുക്കുന്നു. ഇനിയും താങ്കൾ എങ്ങനെയാണ് ഈ അനുകൂലിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഒരു കാര്യം പറയട്ടെ, താങ്കളെക്കാൾ ഉച്ചത്തിൽ കൂടുതൽ സമയം സംസാരിക്കാൻ എനിക്ക് പറ്റില്ലേ? പക്ഷെ ജനങ്ങൾ കേൾക്കണ്ടേ നമ്മൾ പറയുന്നത്? അതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഡിസംബർ 8 ബാക്കി എല്ലാരും വിളിക്കുമായിരിക്കും. ആര് വിളിച്ചാലും ഇല്ലെങ്കിലും മീഡിയ വണ്ണിലേക്ക് നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ പോലും ഞാൻ വരും. അവിടെ വന്ന് ഞാൻ 1/2 മണിക്കൂർ ഇരിക്കും. അത് നമുക്ക് ഡിസംബർ 8 കാണാം. പോട്ടെ. ഇനി 2, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സത്യം എന്താണ്? ഓൾറെഡി മാരീഡ് ആയ ഒരു പെൺകുട്ടിയെ, ഡിവോഴ്സ് ആകാത്ത പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിന് വിവാഹം കഴിക്കാൻ സാധിക്കില്ല. ഇതാണ് ഫാക്ട് ഓഫ് ദി മാറ്റർ. 1. 2, രാഹുൽ മാങ്കൂട്ടത്തിന് ഡിബേറ്റബിൾ ആയ കാര്യം പോലും യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. അത് കോടതിയിൽ സ്റ്റിക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല, പക്ഷെ കോടതി പരിഗണിക്കും. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയപരമായി വേട്ടയാടുകയാണ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. VT ബൽറാം എന്ന വലിയ കോൺഗ്രസ് നേതാവ് ശബരിമല വിഷയത്തിൽ പറഞ്ഞു, രാഹുൽ ഈശ്വർ അല്ല നമ്മുടെ നേതാവ്, രാഹുൽ ഗാന്ധിയാണെന്ന്. പക്ഷെ പിന്നീട് രാഹുൽ ഈശ്വറിന്റെ നിലപാടിലേക്ക് സാക്ഷാൽ രാഹുൽ ഗാന്ധി പോലും വരികയും ആ നിലപാട് വെച്ചാണ് കോൺഗ്രസ് പിന്നീട് ഇലക്ഷൻ പോലും ഫൈറ്റ് ചെയ്തത്. അതിന്റെ കാരണം ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളതുകൊണ്ടാണ്, ഡിഫറന്റ് ആകാൻ വേണ്ടി പറയുന്നതല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ 100% പഠിച്ച് ബോധ്യത്തോടെ സത്യമായി മാത്രമേ പറയൂ. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും താങ്കൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കാണാൻ പറ്റും. ശരി രാഹുൽ.